ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസിൻ്റെതാണ് ഇന്നത്തെ ക്ലാസ്സും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തേത്. സെറ്റ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. The idea of the cave and shadows is associated with options A. Aristotle, B. Plato, C. Machiavelli, D. Marx. The idea of the cave and shadow is associated with answer option B ആണ് Plato. The idea of the cave and shadows is associated with Plato's allegory of the cave from his work The Republic. The allegory is a way for Plato to explore the nature of knowledge and belief. It's a story about prisoners who are chained in a cave and can only see shadows on the wall. The prisoners believe that shadows are reality, but a prisoner who escapes the cave and sees the world outside realizes that the shadows were fake. ഗുഹയെയും നിഴലിനെയും കുറിച്ചുള്ള ആശയം പ്ലേറ്റോയുടെ ദ റിപ്പബ്ലിക് എന്ന കൃതിയിൽ നിന്നുള്ള ഗുഹയുടെ അലീഗറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുഹയുടെ ദൃഷ്ടാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്വഭാവം പര്യവേക്ഷണം ചെയ്യാനുള്ള പ്ലേറ്റോയുടെ ഒരു മാർഗമാണ് ഈ ഉപമ. ഒരു ഗുഹയിൽ ചങ്ങലയിട്ട് ചുവരിൽ നിഴലുകൾ മാത്രം കാണാൻ കഴിയുന്ന തടവുകാരെക്കുറിച്ചുള്ള കഥയാണിത്. നിഴലുകൾ യാഥാർത്ഥ്യമാണെന്ന് തടവുകാർ വിശ്വസിക്കുന്നു. എന്നാൽ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെ ലോകം കാണുന്ന ഒരു തടവുകാരൻ നിഴലുകൾ വ്യാജമാണെന്ന് മനസ്സിലാക്കുന്നു. Who termed Morgenthau's realist theory as power monism? Options A. Stanley Hoffman, B. Quincy Wright, C. Kaplan, D. Modelsky. Answer option A. Stanley Hoffman. Who termed Morgenthau's realist theory as power monism? Stanley Hoffman. Which round of talks led to the establishment of WTO? Options A. Tokyo round, B. Doha round, C. Uruguay round, D. Geneva round. Answer option C. Uruguay round. Which round of talks led to the establishment of WTO? Uruguay round. Which led to the creation of the WTO? The Uruguay round. The system was developed through a series of trade negotiations or rounds held under the GATT. The first rounds dealt mainly with tariff reductions, but later negotiations included other areas such as anti-dumping and non-tariff measures. The 1986 to 94 round, the Uruguay round, led to the WTO's creation. ഉറുഗ്വേ റൗണ്ടാണ് WTO എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണം. ദ സിസ്റ്റം വാസ് ഡെവലപ്ഡ് ത്രൂ എ സീരീസ് ഓഫ് ട്രേഡ് നെഗോസിയേഷൻസ് ഓർ റൗണ്ട് ഹെൽഡ് അണ്ടർ ദി ഗാട്ട്. ഗാട്ടിന് കീഴിൽ നടന്ന വ്യാപാര ചർച്ചകൾ അല്ലെങ്കിൽ റൗണ്ടുകൾ വഴിയാണ് ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ആദ്യ റൗണ്ടുകൾ പ്രധാനമായും താരിഫ് കുറയ്ക്കലുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീടുള്ള ചർച്ചകളിൽ ആൻറ്റി ഡംപിംഗ്, നോൺ ടാരിഫ് നടപടികൾ എന്നിവ ഉൾപ്പെടുന്നു. 1986 മുതൽ 94 വരെയുള്ള റൗണ്ടിലാണ് ഈ ഉറുഗ്വേ റൗണ്ട് WTOയുടെ ക്രിയേഷന് കാരണമായത്. The term pseudo pressure groups is associated with options A. Richard Cobden, B. Jean Blundell, C. Maurice Duverger, D. Joseph La Palambora. Answer option C. Maurice Duverger. The term pseudo pressure group is associated with Maurice Duverger. A pseudo pressure group is a group of specialists who use pressure politics to benefit others, not themselves. Maurice Duverger is credited with the term pseudo pressure group, and he also classified other types of pressure groups including exclusive groups, partial groups, private groups, public groups. അതായത് തനിക്കല്ല മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ സമ്മർദ്ദ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കൂട്ടമാണ് ഈ സ്യൂഡോ പ്രഷർ ഗ്രൂപ്പ് അഥവാ കപട
സമ്മർദ്ദ ഗ്രൂപ്പ്. സ്യൂഡോ പ്രഷർ ഗ്രൂപ്പ് എന്ന പദത്തിന്റെ ബഹുമതി മൗറിസ് ഡുവാർജറിനാണ്. കൂടാതെ അദ്ദേഹം മറ്റു തരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകളെ തരംതിരിച്ചു. അവയാണ് എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സ് ദാറ്റ് ഓൺലി അപ്ലൈ പ്രഷർ, പാർഷ്യൽ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സ് ദാറ്റ് പ്രൊമോട്ട് ഇൻട്രസ്റ്റ്, പ്രൈവറ്റ് ഗ്രൂപ്പ്, ഗ്രൂപ്പ്സ് ഫൗണ്ട് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെയർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ലൈ പ്രഷർ, പബ്ലിക് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ദാറ്റ് സീക്രട്ട്ലി അലൈൻ ദംസെൽസ് വിത്ത് അതർ പ്രഷർ ഗ്രൂപ്പ്സ്. എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ് മീൻസ് സമ്മർദ്ദം മാത്രം പ്രയോഗിക്കുന്ന ഗ്രൂപ്പുകൾ. പാർഷ്യൽ ഗ്രൂപ്പ്സ് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന, താല്പര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ. പ്രൈവറ്റ് ഗ്രൂപ്പ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്ന ഗ്രൂപ്പുകളാണ് പ്രൈവറ്റ് ഗ്രൂപ്പ്സും. ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നിടത്താണ് ഈ ഗ്രൂപ്പുകൾ ഉള്ളത്. പബ്ലിക് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ദാറ്റ് സീക്രട്ട്ലി അലൈൻ ദംസെൽസ് വിത്ത് അതർ പ്രഷർ ഗ്രൂപ്പ്സ്. മറ്റ് സമ്മർദ്ദ ഗ്രൂപ്പുകളുമായി രഹസ്യമായി വിന്യസിക്കുന്ന ഔദ്യോഗിക ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളാണ് പബ്ലിക് ഗ്രൂപ്പുകൾ. Which one of the following is or are auxiliary agencies of Government of India? നീതി ആയോഗ്, UPSC, PMO, സെൻട്രൽ PWD, ക്യാബിനറ്റ് കമ്മിറ്റീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 and 4 only. UPSC, സെൻട്രൽ PWD. The phrase a distillation of a maximal image relates to options A. individualism, B. structuralism, C. behavioralism, D. post-behavioralism. Answer option D. post-behavioralism. The phrase a distillation of a maximal image relates to post-behavioralism. First option individualism. Individualism is a social, political and philosophical ideology that emphasizes the individual's worth and independence. It's based on the belief that the individual is of primary importance and that their interests should take precedence over the state or a social group. വ്യക്തിയുടെ മൂല്യവും സ്വാതന്ത്ര്യവും ഊന്നിപ്പറയുന്ന ഒരു സാമൂഹിക, രാഷ്ട്രീയ, ദാർശനിക പ്രത്യയശാസ്ത്രമാണ് വ്യക്തിവാദം അഥവാ ഇൻഡിവിജ്വലിസം. വ്യക്തിക്ക് പ്രാഥമിക പ്രാധാന്യമുണ്ടെന്നും അവരുടെ താൽപ്പര്യങ്ങൾ സംസ്ഥാനത്തിനോ ഒരു സാമൂഹിക ഗ്രൂപ്പിനേക്കാളോ മുൻഗണന നൽകണമെന്നുമുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇൻഡിവിജ്വലിസം. Individualists believe that individuals have intrinsic value and that their unique values, desires and perspectives should be valued. They also believe that individuals should be free to pursue their own goals and desires and that they should be able to act for their own interests without interference ഫ്രം സൊസൈറ്റി ഓർ ദി ഗവൺമെൻറ്. വ്യക്തികൾക്ക് അന്തർലീനമായ മൂല്യമുണ്ടെന്നും അവരുടെ തനതായ മൂല്യങ്ങൾ, ആഗ്രഹങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവ വിലമതിക്കണമെന്നും വ്യക്തികൾ വിശ്വസിക്കുന്നു. വ്യക്തികൾക്ക് സ്വന്തം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും സമൂഹത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇടപെടലുകളില്ലാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയണമെന്നും അവർ വിശ്വസിക്കുന്നു. Next, structuralism. In political science, structuralism is a methodological approach that examines the relationship between human culture and a broader system. It aims to identify the structural patterns that underline human thought, perception, feeling and action. പൊളിറ്റിക്കൽ സയൻസിൽ ഹ്യൂമൻ കൾച്ചറും വിശാലമായ ഒരു വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന ഒരു രീതിശാസ്ത്രപരമായ സമീപനമാണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം. മനുഷ്യൻ്റെ ചിന്ത, ധാരണ, വികാരം, പ്രവർത്തനം എന്നിവയ്ക്ക് അടിവരയിടുന്ന ഘടനാപരമായ പാറ്റേണുകൾ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ഇത് ലക്ഷ്യമിടുന്നു ഈ സ്ട്രക്ചറലിസം. Structuralism is an interdisciplinary approach that encompasses theories and disciplines like linguistics, anthropology, cultural studies and semiotics. It emphasizes the study of structures and their relationship to history and dynamics.
ഭാഷാശാസ്ത്രം, നരവംശശാസ്ത്രം, സാംസ്കാരിക പഠനങ്ങൾ, സെമിയോട്ടിക്സ് തുടങ്ങിയ സിദ്ധാന്തങ്ങളും വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി സമീപനമാണ് സ്ട്രക്ചറലിസം. ഇത് ഘടനകളെക്കുറിച്ചുള്ള പഠനത്തിലും ചരിത്രത്തോടും ചലനാത്മകതയോടുമുള്ള അവയുടെ ബന്ധത്തെയും ഊന്നിപ്പറയുന്നു. Behavioralism is a political science approach that uses the social science to study politics in an objective and qualified way. It focuses on the actions and behaviors of individuals rather than the characteristics of institutions. ബിഹേവിയറലിസം എന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസ് സമീപനമാണ്. അത് രാഷ്ട്രീയത്തെ വസ്തുനിഷ്ഠവും അളവിലുള്ളതുമായ രീതിയിൽ പഠിക്കാൻ സാമൂഹിക ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നു. സ്ഥാപനങ്ങളുടെ സവിശേഷതകളേക്കാൾ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Post-behavioralism is a reform movement in political science that emerged in response to the dominance of behavioralist method. ബിഹേവിയറലിസ്റ്റ് രീതികളുടെ ആധിപത്യത്തോടുള്ള പ്രതികരണവുമായി ഉയർന്നുവന്ന രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് പോസ്റ്റ് ബിഹേവിയറലിസം. ബിഹേവിയറലിസ്റ്റ് രീതികളുടെ ആധിപത്യത്തോടുള്ള പ്രതികരണമായി ഉയർന്നുവന്ന രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് പോസ്റ്റ് ബിഹേവിയറലിസം. Post-behavioralism emphasizes the importance of values, relevance, and action in research. It focuses on problem solving and social change and integrates normative concerns with empirical research. പോസ്റ്റ്-ബിഹേവിയറലിസം ഗവേഷണത്തിൽ മൂല്യങ്ങൾ, പ്രസക്തി, പ്രവർത്തനം എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഇത് പ്രശ്നപരിഹാരത്തിലും സാമൂഹിക മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടാതെ അനുഭവപരമായ ഗവേഷണവുമായും മാനദണ്ഡപരമായ ആശങ്കകളെ സമന്വയിപ്പിക്കുന്നു. Behavioralism focuses on developing a pure science of politics based on observable behavior and empirical testing. It emphasizes value-free scientific research and rejects normative political theory. ബിഹേവിയറലിസം നിരീക്ഷിക്കാവുന്ന പെരുമാറ്റത്തെയും അനുഭവപരമായ പരിശോധനയെയും അടിസ്ഥാനമാക്കി രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധമായ ഒരു ശാസ്ത്രം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് മൂല്യരഹിതമായ ശാസ്ത്ര ഗവേഷണത്തിന് ഊന്നൽ നൽകുകയും സാധാരണ രാഷ്ട്രീയ സിദ്ധാന്തത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് സെറ്റ് പാസ്സാകാൻ വേണ്ടി ശ്രമിക്കണം. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.